ഹലോ ഗായ്സ് 1 2 3 സെറ്റ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് വന്നിട്ടുണ്ട്, വിത്ത് അനിയത്തി ഉണ്ട്, പിന്നെ നമ്മളെല്ലാവരും ഫാമിലി ഫ്രണ്ടാണ്. സോ പിള്ളേരെ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫുൾ എൻജോയ്മെന്റ് ആണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് എന്താണ്, മിന്നു വിത്ത് പൊന്നു കോമ്പോ അപ്പൊ വീഡിയോസ് ഗൈസ്. അപ്പൊ നമ്മള് എന്താണ് ഇതെങ്ങനെ ഞാൻ കാണിച്ചു തരാം. എന്റെ എന്താണ് ഷോർട്സിന് മൊത്തം അതാ വരുന്നത്. ഗൈസ് എന്റെ ഡാൻസ് പാർട്ട്ണറാണ് ഗൈസ്. ഞങ്ങള് എപ്പോഴും വെരി ഫ്രണ്ട്സ്. ഇവര് ഒരു ടീം, ഞങ്ങൾ ഒരു ടീം. അപ്പൊ അപ്പൊ നമ്മള് ഇവിടേക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോണ ഗൈസ്. പാപ്പോ എടുത്തി ഗൈസ്. നമ്മളങ്ങനെ ഇതുവഴിയാണ് പോകുന്നത് ഗൈസ്. വേറെ സൂപ്പർ ആയിട്ട് സാധനം കണ്ടല്ലോ. നോ ഗൈസ്, ഓടല്ലേ. ഇവിടെ ഒരു നായി നിൽക്കും ഗൈസ് എപ്പോഴും. ബൗ ബൗ. ഇവിടെ നിന്നിട്ട് നോക്കിയിട്ട് അത് ഇങ്ങനെ കുറയ്ക്കും. നല്ല രസമാണ്. ഓ അമ്മായി, ഇവിടെ ടൂലിപ്സ് ഉണ്ടെന്ന് പണ്ട് പറയണ്ടായിരുന്നു. നമുക്കത് നോക്കാം. വണ്ടി തന്നെ നോക്കിട്ടായിരുന്നേ. ഫുൾ ചില്ല് വൈബാണ് ഗൈസ്. നമ്മൾ വൈബാണ് ഗൈസ് പോകുന്നത്. ഇതെന്താ അമ്പലം എന്നറിയോ? കണ്ടറിയില്ല നമുക്ക്. ഞങ്ങള് ഇവിടെ അന്നദാനത്തിനൊക്കെ വരും, വന്ന് ഫുഡ് ഒരു അടിപൊളി വഴികളാണ് ഗൈസ് ഇനിയുള്ളത്. ഇത് നമ്മൾ പോകുന്നത് എൻ്റെ ഇക്കാന്റെ സ്ഥലത്തേക്കും കൂടിയാണ് ഗൈസ്. അപ്പൊ നമുക്ക് കാണാം. അത് കാറ്റത്ത് പറന്നുപോയി. പണ്ടത്തെ ഈ തറവാടുകളൊക്കെ ആ ഒരു സ്ഥലം പോലെ ഉണ്ട്. ഇതവിടെയൊക്കെ കുറെ വീടുണ്ട്. ഇത് വഴിയൊക്കെ പോയാൽ ഇതുവരെ പോയിട്ടില്ല. ഈ വഴിയൊക്കെ നല്ല രസമുണ്ട്. ഇങ്ങനെ നിന്ന് വ്ളോഗൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. ഞാൻ ഇതുവരെ അതുകൊണ്ട് നമ്മള് ഷെയാനുള്ളോട്ട് പോകുന്നില്ല. അവിടെ കുളം എന്തൊക്കെയാണെന്നാ പറയുന്നത് കേട്ടിരിക്കുന്നത്. ഇതുവരെ പോയിട്ടില്ല. സോ നമുക്ക് ഷെയാനെ കൊണ്ടുപോയിട്ട് വീട്ടിലാക്കിയിട്ട് തള്ളിയിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മുടെ ഈവനിങ് സ്നാക്കാണ്. കഴിക്കൂ ഗൈസ്. ഇരിക്കൂ. വീട്ടുകാരാണ് ആദ്യം ഇരിക്കുന്നത്. മുട്ട ബജിയും നിങ്ങൾക്ക് വേണ്ടിട്ട് ആ ഗ്ലാസ് കൊണ്ടുവച്ച് എന്റെ കയ്യിലും മൂന്നെണ്ണത്തിലും എന്താ പറയാ ബൂസ്റ്റ് ഒഴിച്ചു വെച്ചു. അങ്ങനെയില്ല, കുഴപ്പമില്ലല്ലേ. അങ്ങനെ മുട്ട ബജി സൂപ്പർ. ഒന്നും കൂടി പറയൂ. മുട്ട ബജി ആൻഡ് പഴംപൊരി സൂപ്പർ. ബജി ഇതൊക്കെ കഴിച്ചിട്ട് നമ്മൾ മെല്ലെ ഷേനെ കാണാതെ ഒളിഞ്ഞ് പോവാണ് ഗൈസ്. പാപ്പ നമ്മള് വൃത്തിക്ക് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. സജ്ജ് വാടി പോവാ എടുക്കണം ഗൈസ്. പോവാ ഇല്ല അത്രക്ക് അതോ വെന്റ് മാർക്കും ഇല്ല, ഇനി വരില്ല. അമ്മായി കണ്ടു. അമ്മായി പിടിച്ചു ഗൈസ്. എന്തൊക്കെ കഷ്ടപ്പാടാണ് പിള്ളേരുള്ള. നമ്മൾ വീണ്ടും നേരത്തെ വന്ന സ്പോട്ടിലോട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. സജ്ജുവിനെ വീഡിയോ എടുത്തു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ സജ്ജുവിനെ ഓൾറെഡി ഇത് കാണിച്ചുകൊണ്ട് നമ്മൾ സജ്ജുവിന് വീഡിയോ എടുത്തു കഴിഞ്ഞിട്ടുള്ള ബാക്കി സീനുകൾ കാണിക്കുന്നതായിരിക്കും. നിമിഷം പോലും നടന്നു പോകാത്ത വഴി കൂടെ ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ്. ഇത്ര വർഷങ്ങളായിട്ട് ആൾക്കാർ പോയിട്ടുണ്ടോന്ന് ചോദിച്ചാൽ അറിയില്ല. താഴെ നോക്കി നടന്ന, ഫോൺ നോക്കി നടന്ന നമ്മൾ തലയിൽ കൂടെ ഇടട്ടെ. തലയിൽ എങ്ങനെ വീണാലേ ഞാൻ എന്ത് സഹിക്കും? പുഴു മാത്രം സഹിക്കൂല.
നമുക്കൊരു വഴി കാണിച്ചു തന്നെ നമുക്ക് അതുവഴി പോവാം. അപ്പുറത്തെന്തോ പുഴു കിടക്കണം ഗൈസ്. അത് അത്ര നൂളുണ്ട് പുഴു പച്ച കളറിൽ. താഴെ നോക്കി നടന്നോ. എന്താണ് ഇവിടെയൊക്കെ കളച്ച് വൃത്തിയാക്കിയതാ. ഞാനല്ല പണിക്കാരി. ഗൈസ് നമ്മുടെ പന ഇതൊക്കെ ചവിട്ടുമ്പോൾ സൂക്ഷിച്ച് ചവിട്ടിയില്ലെങ്കിൽ അവിടെ ആൾക്കാർ പോകുന്നതാണെന്ന് തോന്നുന്നു അല്ലേ ഈ വഴിയിൽ. പാമ്പ് ഉണ്ടോ നോക്കിയിട്ട് നടക്കുക. പുഴുവിനെ കണ്ടപ്പോഴാണ് എനിക്ക് പറ്റാത്തത്. പാമ്പിനെ പേടിയില്ല, പുഴുവാണ് പ്രശ്നം. ഗൈസ് ഇവിടെ വീടുണ്ട് ഗൈസ്. എടി ഇവിടെയൊക്കെ ആൾക്കാർ നടക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ. അത് വീടൊക്കെ കണ്ടോ. വീടുള്ളതുകൊണ്ട് ഗൈസ് അവര് ചിലപ്പോൾ ഇതുവഴി കുളം ഉണ്ട് പറയുന്നിട്ടുണ്ട്. അപ്പൊ കുളത്തേക്കൊക്കെ വന്നത് വരുമായിരിക്കും. അതുകൊണ്ട് അവിടെ നീറ്റായിട്ടുണ്ട്. ആ ഒരു ഇത്തിരി വഴിയാണ് ആൾക്കാർ നടക്കാത്തത്. എടി കുഞ്ഞു എന്താണ് ഫോട്ടോ എടുക്കും അവിടെ ഇവിടെ ആയിട്ട് തംബ്ലൈൻ ഉണ്ടാക്കാൻ. നമ്മുടെ പഴയ കാലത്തെ സ്റ്റെപ്പ് ഗൈസ്. അയ്യാ അപ്പൊ ചവിട്ടിക്ക് പോണെന്നേ. മീൻസ് വേരാണ് ഗൈസ്, വേരിലാണ് വന്നിരിക്കുന്നത്. കൊറേ ഇല്ലടി ഇതുവഴി കുളമുണ്ട്, കൊറേ ദൂരം പോണം. കൊറേ ദൂരം ഇല്ല, കുറച്ച്. ഇതൊക്കെ അതിൻ്റെയൊക്കെ തൊടിയാണ് ഗൈസ്. നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. സജ്ജം തണ്ടി തലയിൽ തെങ്ങും തൊടിയൊക്കെ ഉണ്ട് ഗൈസ്. അപ്പൊ ആ ഒരു ചെറിയൊരു സ്പോട്ടിൽ മാത്രമേ പ്രശ്നമുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ശമലു സാരാങ്കിയോ അത് ഞാൻ നടക്കും ഗൈസ്. അപ്പൊ ഗൈസ് ഓരോ ചെറിയ ചെറിയ ഷോട്ട് എടുക്കേ നമുക്ക് തംബ്ലൈൻ ഉണ്ടാക്കണം. വീഴരുത്, വീണിട്ട് പണി ഉണ്ടാക്കി എനിക്ക് വയ്യ. നിങ്ങളെയൊക്കെ ഞാനാണ് ഏറ്റെടുത്ത് വന്നിരിക്കുന്നത്. ഞാൻ ഇതുവഴി വരണമെന്ന് കുറേ കളിയാക്കി. ഇത് അങ്ങനെ പോകുന്ന കുളമോ? ആ അങ്ങനെ പറയുന്നത് കേട്ടിരിക്കണം. ഞാൻ ഇതുവരെ വന്നിട്ടില്ലേ. പക്ഷെ ഇവിടെയൊക്കെ നല്ല വഴിയാണ്, കുഴപ്പമൊന്നുമില്ല. ഈ വീടിൻ്റെ വഴി കൂടിയാണ് നടന്നു വന്നത്. മൊത്തം മീൻസ് ഞാൻ വിചാരിച്ചു ഇവിടെയൊക്കെ മൊത്തം കാട് പിടിച്ച് കിടക്കുന്നതാണെന്ന്. പക്ഷെ ഇവിടെ കാട് പിടിച്ചിട്ടൊന്നുമില്ല ഗൈസ്. എല്ലാവിടെയും തെങ്ങും തോട്ടും എന്നൊക്കെ ആയിട്ടാണ്. ഞാൻ വീട്ടിൻ്റെ അടുത്തുണ്ടായിട്ട് ഞാൻ ഇതുവരെ ഈ വഴികൾക്കൊന്നും വന്നിട്ടില്ല ഗൈസ്. സോ മിസ് ചെയ്തു കുറേ. ഇവിടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വൈകുന്നേരമൊക്കെ നടക്കാൻ വരാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ പാലക്കാടത്തെ ഗ്രാമീണ കാഴ്ചകളാണ് ഗൈസ് കാണുന്നത്. നല്ലൊരു കിണറുണ്ട്, ഫോൺ മുറുക്കെ പിടിച്ചില്ലെങ്കിൽ നിറയെ വെള്ളമുണ്ട് ഗൈസ്. ഏത് വഴിയാണെന്നറിയില്ല, ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നതാണ് പറയാം. ഇവിടേക്ക് അങ്ങോട്ടൊന്നുമില്ല തോന്നുന്നുണ്ട്. ഇവിടേക്ക് ഒന്നുമില്ല. അപ്പം അതുവഴി തന്നെ. അതും അറിയില്ല. കുറച്ച് ദൂരം പോയിട്ട് തിരിച്ചു വരാം. മതി, കുളം കാണണമെന്നൊന്നുമില്ലല്ലോ. ജസ്റ്റ് അതുവഴിയാ അല്ലേ? ഒന്നാ വേണ്ട. മീൻസ് ഗൈസ് കുളത്തിൽ ഇറങ്ങാനൊന്നും പറ്റില്ല, ജസ്റ്റ് കാണുന്നു വരുന്നു. ഇതുവഴിയടി എങ്ങടാണ്? ഇതുവഴിയല്ലേ? അവിടെ പാടുണ്ടോ? വെറുതെ പോയിട്ട് വരാലോ. താഴെ നോക്കി നടന്നോ, കാരണം ചരിവാണ് കേട്ടോ. ഇടിഞ്ഞു വീഴല്ലേ, ചരിവാണേ. എല്ലാവരും എനിക്ക് ചെരുപ്പ് കയ്യിൽ പിടിക്കണം. ഫോണ് നോക്കിയിട്ട് കഴിഞ്ഞത് അത് ഡെഡ് എന്താണ് ഗൈസ്. ഞാൻ ഇറങ്ങിയില്ല, നീയാണ് പകുതി ദൂരം പോയത്. ഇതെന്താ ഗൈസ്, മോട്ടോർ പരിയാണ് ഗൈസ്. ഇതൊക്കെയാണ് ഞങ്ങളുടെ പാലക്കാടൻ ഗ്രാമീണ കാഴ്ചകൾ. ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറയുന്നത്. ഞാനും കണ്ടിട്ടില്ല. ഞാൻ നിങ്ങളെ പോലെ എക്സ്പ്ലോർ ചെയ്യണം ഗൈസ്. നമ്മള് കസിൻസ് ഒക്കെ കൂടെ കൂടുമ്പോ വൈബാണ്. മീൻസ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ കൂടുമ്പോഴേ നമുക്ക് അറിയാം. കുളത്തേക്ക് പോയി ചാടി വീഴരുത്, പതുക്കെ. You found it? You are the founder of the kolam? Yo, Sajila is the founder of the kolam. Yo, Shamla also. Partnership എടുത്താൽ മതി നിങ്ങൾ രണ്ടുപേരും കൂടെ. ഇടി നമുക്ക് ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാനൊക്കെ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇതുവഴിയൊക്കെ വരാല്ലേ. ഗൈസ് ഇത്ര നല്ല വഴിയായിട്ടാണ് ഞാൻ ഇത്ര കാലം പേടിച്ചിട്ടല്ല, മീൻസ് ഇതുവരെ ആരെങ്കിലും ഉണ്ടെങ്കിലല്ലേ നമ്മൾ വരിക. ഇതാ ഗൈസ് കുളം കുളിക്കുന്നുണ്ട് ഗൈസ്. അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. നമ്മൾ കുളത്തിൻ്റെ ആ വഴി എത്തുമ്പോൾ നിർത്തുന്നതായിരിക്കും. നമ്മൾ കുളത്തിൻ്റെ ചാൽ മറ്റേ വരമ്പിലുള്ള ചാൽ.
ഓ മഞ്ഞപ്പൂക്കൾ, സൂര്യകാന്തിൻ്റെ കുഞ്ഞു സൂര്യകാന്തി. ഹായ്, ബെഡ് വിരിച്ച പോലെ ഉണ്ട് ഗൈസ്. നിങ്ങളിത് കാണും. ഞങ്ങളുടെ ഇവിടുത്തെ പാലക്കാട് കഴിച്ചത് ഞാനും നിങ്ങൾ പോലെ ആദ്യമായിട്ടാണ് കാണുന്നത്. എൻ്റെ കൂടെ നിങ്ങളും എക്സ്പ്ലോർ ചെയ്യൂ. വീട് ചാവണ്ടാവോ? നമുക്ക് അത് തന്നെ നടക്കാതെ. മിനിത്താത്തിന്റെ വീട്ടിൽ ഇതുപോലെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അത് നമുക്ക് എന്റെ വീട്ടില് 2 ബെഡ്റൂം എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അവിടെ ഒന്നും പ്രത്യേകിച്ചില്ല. അവിടെ ഒന്നുമില്ല. നമ്മൾ അതേ അവിടെ റോഡ് കണ്ടില്ലേ, ആ റോഡിൽ കൂടിയാണ് അവിടേക്ക് പോകേണ്ട വഴി. ശരി, നമുക്കിപ്പോ കണ്ണത്തിൽ കൂടെ ഇറങ്ങിയിട്ട് വരമ്പിൽ കൂടെ കയറാം. നമ്മൾ ട്രക്കിംഗ് അല്ലേ ചെയ്യുന്നത്? നല്ല ട്രക്കിംഗ് ആണ്. കുളം എത്തുന്നു. അവിടെ കുളിക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് വീഡിയോ എടുക്കാൻ പറ്റില്ല. നമ്മൾ എത്തുന്നത് വരെ കാണിച്ചു തരുള്ളൂ. അവിടെ ചേച്ചിമാർ കുളിക്കുന്നുണ്ട്. താഴെ ഇറങ്ങിക്കോ. പാടത്ത് കൂടെ നടന്നിട്ട് അപ്പുറത്തെ വരമ്പിക്ക് കയറിക്കോ. പാടം വൃത്തിയുണ്ടല്ലോ, ഐ മീൻ പൂട്ടിയിട്ടിട്ടുണ്ടല്ലോ. വീഡിയോ എടുക്കുന്നുണ്ട്. കറങ്ങിക്കോ, ഓടിക്കോ, ചാടിക്കോ. പക്ഷേ ലാൻഡ്സ്കേപ്പിലാണോ ഒക്കെ? അതുമല്ല വൈഡർ ആയതുകൊണ്ട് വലിയൊരു പറമ്പിൽ ഓടുന്ന പോലെ ഉണ്ട്. ഇവിടെ ഇതാണ് ഗൈസ് കുളം. അവിടെ കുളം. ഐ ലവ് ടുഡേ ഈസ് സൂപ്പർ ഡേ. യാ, ഇതാ റോഡൊക്കെ കണ്ടു. ഇത് റോഡ്, അതേതടി റോഡ്? അതിന് പിന്നെ 2 പാടം കഴിഞ്ഞ വഴിക്ക് വേലാർക്കോടല്ലേ ഇരിക്കുന്നത്. എടി, അത് കുളത്തിന്റെ വരമ്പാണ് കേട്ടോ. ഇവിടെ നിന്ന് നോക്കിയാലും മതി. എന്നാ പോവാ നമുക്ക് തിരിച്ച്. അത് കുളത്തിന്റെ വരമ്പാണ്. കണ്ടാ? വേണ്ട, നമുക്ക് പോണ്ട. ഇവിടെ നിന്ന് നോക്കിയാൽ മതി. കുളം കണ്ടുപിടിച്ചു ഗൈസ്. ഞാനും ഇപ്പോഴാ കണ്ടുപിടിച്ചു ഈ വൈബൊക്കെ. ഇതല്ലേ ഞാൻ ഇപ്പൊ കുറച്ച് ഫോട്ടോസ് കളഞ്ഞിട്ട് വന്നല്ലേ ഗൈസ്. അപ്പൊ നമ്മള് ഇതിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ ചെയ്തു. നമ്മള് ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ എടുത്തു. ഇനി നമ്മള് കുറച്ച് ജസ്റ്റ് കുളത്തിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. അവിടെ കുറെ പേര് കുളിക്കണോണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. സോ നമ്മള് ജസ്റ്റ് അവിടെ പോയിട്ട് എത്തി നോക്കുന്നു, വരുന്നു. എന്നിട്ട് നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോവാം. എന്നിട്ട് എന്റെ വീട്ടിൽ പോവാം. പൊന്നുനെ നമ്മൾ അങ്ങോട്ട് കൂട്ടിയിട്ട് പോയിട്ടില്ല. ഇത്ര നേരം അമ്മേന്റെ എവിടെയായിരുന്നു. അപ്പൊ അമ്മേന്റെ പറഞ്ഞ് നമ്മളെല്ലാവരും കൂടെ ഇങ്ങോട്ട് പോകുന്നു, വീട്ടിലോട്ട് പോകുന്നു. ഞങ്ങള് വെള്ളത്തിലോട്ട് പോയി. അങ്ങനെ നമ്മളെ പാടത്തേക്കൊക്കെ പോയി. ഇല്ല ഗൈസ്, പട്ടിനെ കണ്ട് പേടിക്കുന്നു പിള്ളേര്. സില്ലി കേസ്. പട്ടി ഓടുന്നേ ഉള്ളൂ. നമ്മളിനി താഴോട്ട് ഇറങ്ങാൻ പോണ. പട്ടി താഴെ ഇറങ്ങുമ്പോ ഒന്നും കാണിക്കില്ലല്ലോ. പട്ടി വരുന്നുണ്ടോ? ഞാൻ പോകുന്ന പിന്നാലെ വന്നോ. ഞാൻ രക്ഷപ്പെട്ടു ഗൈസ്. ഇന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. രാവിലെ അണിച്ചിട്ട് ഓടി വന്ന് സാധൊക്കെ വന്നിട്ട് ഓടിക്കോ. അതിന്റെ വീഡിയോസ് എടുക്കുന്നില്ല, നമുക്ക് വേറെയും കുറെ വീഡിയോസ് എടുക്കാനുള്ളത് കൊണ്ട്. പാട്ടുകാരിയും ഡാൻസുകാരിയുമായ ആ പൊന്നുണ്ട്. നമുക്ക് പാട്ട് പഠിപ്പിച്ചിരുന്നിരിക്കും. നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് വന്നിരിക്കുകയാണ്. നമുക്ക് ഇതിന്റെ ഉള്ളിൽ പോയാലോ? ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പഴേ വീട് ഫുഡ് കഴിക്കണം. നമ്മള് സ്പെഷ്യൽ കുഴിമന്തി വിത്ത് അൽഫാം വാങ്ങാം. പോവാണ് ഗൈസ്. ഇടക്കിടക്ക് വരും. നമ്മളെ ഇടക്കിടക്ക് വ്ളോഗിൽ ഉണ്ടാവും. അതൊക്കെ എത്ര ഉള്ളു.